കാണക്കാരി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാണക്കാരി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലൂടെ കടന്നുപോകുന്ന മുട്ടപ്പള്ളി പാറോലി റോഡിലെ റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട കാണക്കാരി റെയിൽവേ മേൽപ്പാല നിർമ്മാണ ആക്ഷൻ കമ്മിറ്റി സമരം നടത്തും. ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും നടപടി ആയിട്ടില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെയിൽവേ മേൽപ്പാലം നിർമ്മാണം സംബന്ധിച്ച പ്രാഥമിക സർവേ മാത്രമാണ് നിലവിൽ പൂർത്തിയായത്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വളരെ തിരക്കേറിയ റോഡാണിത്. റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് മൂലം പല ദിവസങ്ങളിലും ഇവിടെ ഗതാഗതം സ്തംഭിക്കുന്നത് പതിവായി മാറുകയാണ്. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുമൂലം ഗതാഗത കുരുക്കിൽ പെടുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. കാണക്കാരി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വളരെ കാലമായിട്ട് ആവശ്യം ഉന്നയിച്ച് ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ യാതൊരു വിധ നടപടിയും ഉണ്ടായിട്ടില്ല. കാണക്കാരിയിലൂടെ കടന്ന് ഈ റെയിൽവേ ഗേറ്റിലൂടെ അനേകം വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്നു. ആംബുലൻസ് ഉൾപ്പെടെ വാഹനങ്ങൾ ചില സമയങ്ങളിൽ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് കിടക്കുന്നതിനാൽ മണിക്കൂറുകളോളം രോഗികളുമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി, തിരിച്ചു പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കാണുവാനായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിന് 2/5/2025 നിവേദനം കൊടുക്കുകയും അതിനുശേഷം യാതൊരുവിധ നടപടികളും ഇതുവരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ പിണറായി വിജയനും നമ്മുടെ MP ഫ്രാൻസിസ് ജോർജിനും എല്ലാം ഈ കൂടത്തിന് നിവേദനം കൊടുത്തതാണ്. കടുത്തുരുത്തിയുടെ MLAയും ജലവകുപ്പ് മന്ത്രി ശ്രീ ബഹുമാനീയനായ ശ്രീ മോൻസ് ജോസഫിനും ഞങ്ങൾ നിവേദനം കൊടുത്തിരിക്കുകയാണ്. അതിന് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 15 വർഷത്തിലേറെയായി ജനങ്ങളുടെ ആവശ്യമാണ് റെയിൽവേ മേൽപ്പാലം. കാണക്കാരി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ ഏറ്റുമാനൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും കഴിയും. മെഡിക്കൽ കോളേജ്, MG യൂണിവേഴ്സിറ്റി, അതിരമ്പുഴ, മാന്നാനം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവർക്കും റെയിൽവേ മേൽപ്പാല നിർമ്മാണം ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ, K ഫ്രാൻസിസ് ജോർജ് MP, മന്ത്രി മോൻസ് ജോസഫ് എന്നിവർക്കും ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി കൺവീനർ ജോർജ് മരങ്ങോലി, ഭാരവാഹികളായ അജിത് കുമാർ പ്ലാത്തോട്ടത്തിൽ, ബിജോയ് C. ജോർജ് എന്നിവർ ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.